മഗധയുടെ രാജാവായിരുന്ന ബൃഹദരന് പുത്രന്മാരുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം ചന്ദ്രകൗശക മുനിയുടെ ആശ്രമത്തിലെത്തുകയാണ് തൻ്റെ 2 പത്നിമാരോടുമൊപ്പം. അവിടെ ചെന്ന മുനിയോട് തൻ്റെ ദുഃഖത്തെക്കുറിച്ചെല്ലാം രാജാവ് പറഞ്ഞു. അപ്പോൾ മുനി അദ്ദേഹത്തിന് ഒരു ദിവ്യഫലം നൽകുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇത് നീ നിന്റെ പത്നിക്ക് കൊടുക്കുക, അധികം താമസിയാതെ നിനക്കൊരു പുത്രൻ ജനിക്കുമെന്ന്. അപ്പോൾ രാജാവിന് തൻ്റെ 2 പത്നിമാരും ഒരുപോലെയാണ്. അതുകൊണ്ട് ഒരു പത്നിക്ക് മാത്രമായിട്ട് ഫലം കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം ആ ഫലത്തിനെ 2ആയി മുറിച്ച് 2 പത്നിമാർക്കും കൊടുത്തു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർ ഗർഭിണികളായി. 10 മാസത്തിനിപ്പുറം അവർ കുഞ്ഞിന് ജന്മം നൽകി. പക്ഷേ ഈ കുഞ്ഞിനെ കണ്ട് അവിടെ നിന്ന് എല്ലാവരും പേടിച്ചുപോയി. കാരണം 2 പത്നിമാരും ഒരു കുഞ്ഞിൻ്റെ 2 ഭാഗങ്ങൾക്കാണ് ജന്മം നൽകിയത്. പൂർണ്ണമായ ഒരു ശിശുവായിരുന്നില്ല അത്. ഇത് കണ്ടവർ വാവിട്ട് കരയുകയും രാജാവ് ഈ 2 മാംസപിണ്ഡങ്ങളും കാട്ടിൽ കൊണ്ട് ഉപേക്ഷിക്കുകയും ചെയ്തു. അത് കണ്ടു നിന്നിരുന്ന ഒരു രാക്ഷസി, ജര എന്ന പേരുള്ള രാക്ഷസി, ഈ 2 മാംസപിണ്ഡങ്ങളും ചേർത്ത് വെച്ചതോടുകൂടി അതൊരു പൂർണ്ണ രൂപത്തിലുള്ള കുഞ്ഞായി മാറി. ജര പിന്നീട് രാജാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ മകനാണ്, ഞാൻ ഇവന് ഒരു പൂർണ്ണ രൂപം നൽകിയിരിക്കുന്നു, ഈ കുഞ്ഞിനെ അങ്ങ് സ്വീകരിക്കണമെന്ന്. അപ്പോൾ രാജാവിന് വളരെ സന്തോഷമായി. രാജാവ് ആ രാക്ഷസിയോടുള്ള ഒരു നന്ദി സൂചകമായി ആ കുഞ്ഞിന് ജരാസന്ധൻ എന്ന് പേര് നൽകി. ജരാസന്ധൻ പിന്നീട് മഗധയുടെ ഏറ്റവും ശക്തനായ രാജാവായി വളർന്നു വന്നു. ജരാസന്ധൻ മല്ലയുദ്ധത്തിലൊക്കെ അതിപ്രാവീണ്യം നേടിയിട്ടുള്ള ഒരു രാജാവായിരുന്നു. പക്ഷെ അദ്ദേഹം വളരെ ദുഷ്ടനായിരുന്നു. ആ ഒരു ആസുരഭാവം അദ്ദേഹത്തിൽ എന്നും ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് രാജാക്കന്മാരെ ബന്ദികളാക്കുകയും വളരെ സാധുക്കളായ മനുഷ്യരെ കൊന്നുതള്ളുകയും ഒക്കെ ചെയ്ത് ഭയങ്കര ഒരു ആസുര ഗുണമുള്ള ഒരു രാജാവായിയാണ് ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവാണ് കംസൻ. അപ്പോൾ കംസനെ വധിച്ച കൃഷ്ണനോട് എന്തെന്നില്ലാത്ത പകയായിരുന്നു ജരാസന്ധൻ. അപ്പം അനവധി തവണകളായി അദ്ദേഹം മധുരയെ പല പല രാജാക്കന്മാരോടും ഒപ്പം ചേർന്ന് മധുരയെ ആക്രമിക്കും. പക്ഷെ ഓരോ തവണയും കൃഷ്ണൻ ജയിക്കും. പക്ഷേ ഓരോ തവണയും കൃഷ്ണൻ ജരാസന്ധനെ കൊല്ലാതെ വിട്ടു. അപ്പോൾ ഒരിക്കൽ ബലരാമൻ ചോദിച്ചു, എൻ്റെ കൃഷ്ണ, എന്തുകൊണ്ടാണ് ഇത്ര തവണയും ഇപ്രാവശ്യത്തെ യുദ്ധത്തിന് പോലും നീ ജരാസന്ധനെ കൊല്ലാതെ വിട്ടത് എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണൻ പറയുക, ജരാസന്ധന് ഒരു ഗുണമുണ്ട്, അവൻ എല്ലാ ദുഷ്ടന്മാരെയും ആകർഷിച്ച് ഒരു കുടക്കീഴിലാക്കി നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നു. അപ്പോൾ ഓരോ ദുഷ്ടന്മാരെ അന്വേഷിച്ച് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അവൻ്റെ കൂടെയുള്ള എല്ലാവരും, അവൻ്റെ ആ ഒരു പടയിലുള്ള എല്ലാവരും ദുഷ്ടന്മാരാണ് എന്നതുകൊണ്ട് തന്നെ ഇനി പറയുക, തിന്മയെ നിഗ്രഹിക്കുക എന്നുള്ള ഒരു പ്രക്രിയ അവൻ കുറച്ചുകൂടി എളുപ്പമാക്കി തരികയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അതിനുശേഷം കുറെ കാലങ്ങൾക്കിപ്പുറം യുധിഷ്ഠിരൻ ചക്രവർത്തിയായി കഴിഞ്ഞപ്പോൾ ജരാസന്ധൻ മാത്രം അത് ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. അങ്ങനെ യുധിഷ്ഠിരന് എതിരായി, ഭാരതവർഷത്തിനെതിരായി അദ്ദേഹം യുദ്ധം പ്രഖ്യാപിക്കുന്നു. ആ സമയത്താണ് കൃഷ്ണൻ ഭീമസേനനുമായി ജരാസന്ധനെ കാണാനായി മഗധയിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെന്ന് ഈ ഭീമസേനനും ജരാസന്ധനും തമ്മിലുള്ള മല്ലയുദ്ധം നടക്കുകയാണ്. എത്ര കഠിനമായ പ്രഹരം നൽകിയിട്ടും ജരാസന്ധൻ മരിക്കുന്നില്ല. അവസാനം കൃഷ്ണൻ ഒരു പുൽക്കൊടി എടുത്ത് 2ആയി പിളർന്ന് 2 വശത്തേക്കും എറിഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഭീമസേനൻ അതേപോലെ തന്നെ ജരാസന്ധനെ വലിച്ചു കയറി 2 ദിശകളിലേക്ക് എറിയുമെങ്കിലും പിന്നെയും ജരാസന്ധൻ കൂടിച്ചേർന്ന് ജീവിച്ചു വരികയാണ്. അതായത് ജര എന്ന് പറയുന്ന രാക്ഷസി ജരാസന്ധനെ അതേപോലെ അനുഗ്രഹിച്ചിട്ടുള്ളത് കൊണ്ട് പെട്ടെന്നൊന്നും മരണം അദ്ദേഹത്തെ കീഴ്പ്പെടുത്തുന്നില്ല. പിന്നീട് കൃഷ്ണൻ ഈ പുൽക്കൊടിയെ 2ആയി കയറി 2 വശത്തേക്കും തിരിച്ചിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അതേപോലെ ഭീമസേനൻ ജരാസന്ധനെയും വലിച്ചു കയറി 2 വശത്തേക്കും മറിച്ച് ഇടുകയാണ്. അങ്ങനെയാണ് ജരാസന്ധൻ മരിക്കുന്നത്. ഞാൻ ഇന്ന് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ ഭീമസേനനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ അടിയിൽ വന്നൊരു കമൻറ്റിൽ എന്താ പറയുക, എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്രാവശ്യം ജരാസന്ധനെ കുറിച്ചും ഒരു വീഡിയോ ചെയ്യണമെന്ന്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു.